വിമർശനവുമായി മുൻ എംഎൽഎ എം എം മണി ഉദ്യോഗസ്ഥർ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നും പോലീസും ഫോറസ്റ്റും തങ്ങൾക്ക് പുല്ലാണെന്നും എം എം മണി പറഞ്ഞു. വനംവകുപ്പിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ കർഷക സംഘം നടത്തിയ നഗരംപാറ റേഞ്ച് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എം മണി. റവന്യൂ ഭൂമിയിലെ വനംവകുപ്പിന്റെ കയ്യേറ്റം, കർഷകർക്കെതിരായ കള്ളക്കേസുകൾ, രൂക്ഷമായ കാട്ടാനശല്യം എന്നിവയ്ക്കെതിരെയായിരുന്നു കർഷക സംഘം ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച്. ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത ഭാഷയിലാണ് എം എം മണി പ്രതികരിച്ചത്. കർഷകർ വീട് വെക്കുന്ന സ്ഥലത്ത് വനംവകുപ്പ് കയ്യേറാൻ വന്നാൽ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇവിടെ കുടിയേറിയിട്ട് വർഷങ്ങൾ 3/4 നൂറ്റാണ്ട് 1 നൂറ്റാണ്ടും അതിലധികമായി. ഇനിയിപ്പം വനപ്രദേശമൊക്കെ പണ്ട് വനമൊക്കെ സംരക്ഷിച്ചോ. ഉള്ള വനം സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. സംഘടിത വനമുള്ളിടത്തും സംരക്ഷിക്കുക തന്നെ ചെയ്യണം. കാലാവസ്ഥയുടെ എല്ലാം പ്രശ്നമുണ്ട്. പക്ഷേ ഒരു ഇഞ്ച് ഭൂമി പോലും കൃഷിക്കാർ കൃഷി ചെയ്യുന്നിടത്തും ജീവിക്കുന്നിടത്തും പൊതുവെച്ച് താമസിക്കുന്നിടത്തും പിടച്ചു കയറാൻ വന്നാൽ അവിടെ വെച്ച് ഞങ്ങൾ നിങ്ങളെ നേരിടേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടി വരും. അന്നേരം നിയമം മണ്ണാങ്കട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ടാവില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഞങ്ങളുണ്ടാവാൻ കാരണം എന്താ? വി ഡി സതീശനാണെന്ന്. വി ഡി സതീശൻ തിരുവനന്തപുരത്തിരിക്കും. അതെ, ഇങ്ങോട്ട് വരികയല്ല, അവിടെ ഇരുന്ന് ഭരിക്കും. പോലീസിനെ വിടും. ഞങ്ങളൊരു പുല്ലുപോലെ ഇതെല്ലാം കാണുന്നത്. പോലീസിനെ പുല്ലുപോലെ കിടന്ന ഞങ്ങളെ ഞങ്ങള് പിന്നെ ഫോറസ്റ്റുകാരെ കതറ് വലിച്ചൊന്നോടുന്ന ഫോറസ്റ്റുകാരെ ഞങ്ങൾ ഉപയോഗിക്കുമോ? അങ്ങനെ വിഷയം ഞങ്ങളെ സംബന്ധിച്ചില്ല. സ്വകാര്യ ഭൂമിയിലെ ജണ്ടകൾ പൊളിച്ചുമാറ്റുക, കാട്ടാനശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ വനംവകുപ്പ് അടിയന്തരമായി അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുവാനാണ് കർഷക സംഘത്തിന്റെ തീരുമാനം. കേരള കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CB വർഗീസ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV ബേബി, ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, കർഷക ആക്ഷൻ കൗൺസിൽ കൺവീനർ ലിസി ജോസ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി.